إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ആൽ ഇംറാൻ 48-ാമത്തെയും 49-ാമത്തെയും രണ്ട് വചനങ്ങൾ വയുഅല്ലിമുഹു അവൻ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ ഇബ്നു മറിയം ഈസാ നബി അലൈഹിസ്സലാമിനെ പഠിപ്പിച്ചു കൊടുത്തു അൽ കിതാബ വേദഗ്രന്ഥം പഠിപ്പിച്ചു കൊടുത്തു വൽ ഹിക്മത മതവിജ്ഞാനവും പഠിപ്പിച്ചു കൊടുത്തു. ഏതാണ് ആ വേദഗ്രന്ഥം? തൗറാത്തിനെ പഠിപ്പിച്ചു കൊടുത്തു. വൽ ഇഞ്ചീലും പഠിപ്പിച്ചു കൊടുത്തു. ഇഞ്ചീലും തൗറാത്തുമാകുന്ന വേദഗ്രന്ഥങ്ങൾ ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്തു. അതിന്റെ വിശദീകരണ ശാസ്ത്രമാകുന്ന ഹിക്മത്തും പഠിപ്പിച്ചു കൊടുത്തു. റസൂലായി ഇലാ ബനീ ഇസ്രായീലിലേക്കുള്ള റസൂലായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹിസ്സലാമിനെ നിയമിക്കുകയാണ്. അന്നീ നിശ്ചയമായും ഞാനെന്ന് ഖദ് ജിഅ്തുകും ബി ആയത്തിൻ നിങ്ങളുടെ അടുത്തേക്ക് ബി ആയത്തിൻ ഒരു ദൃഷ്ടാന്തവും കൊണ്ട് ഞാൻ വന്നിരിക്കുകയാണ്. റബ്ബിക്കും നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള ആ ഈസാ നബി അലൈഹിസ്സലാം ജനങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ ജനങ്ങളെ നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള ദൃഷ്ടാന്തവുമായി ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുകയാണ്. അന്നീ നിശ്ചയമായും ഞാനെന്ന് അഖ്ലുഖുലക്കും ഞാൻ നിങ്ങൾക്ക് സൃഷ്ടിക്കും മിനത്തീനി കളിമണ്ണിൽ നിന്നും ഞാൻ സൃഷ്ടിക്കും കഹൈഅത്തി ത്വയ്രി പക്ഷിയുടെ രൂപം പക്ഷിയുടേതുപോലുള്ള രൂപം ഞാൻ കളിമണ്ണിൽ നിന്നും സൃഷ്ടിക്കും. ഫഅൻഫുഖു ഫീഹി അതിൽ എന്നിട്ട് ഞാൻ അതിലേക്ക് ഊതും. ആ കളിമൺ പ്രതിമയിലേക്ക് ഞാൻ ഊതും. ഫയകൂനു തൈറൻ ഫയകൂനു അപ്പോൾ അതാകുന്നു തൈറൻ ഒറിജിനൽ പക്ഷിയായി മാറുന്നു. അങ്ങനെ അത് പറന്നു പോകുന്നു. നോക്കൂ നിങ്ങൾ, ഈ അത്ഭുത കൃത്യം ഈസാ നബി നടത്തിയതിനു ശേഷം പറയുകയാണ് അല്ലാഹുവിന്റെ അനുമതി പ്രകാരമാണ് ഇത് സംഭവിക്കുന്നത്. അല്ലാതെ എന്റെ സ്വന്തം കഴിവ് കൊണ്ടല്ല, എനിക്കെന്തെങ്കിലും പ്രത്യേകതയുള്ളത് കൊണ്ടല്ല ഇത് സംഭവിക്കുന്നത്. തികച്ചും ഇത് അല്ലാഹുവിന്റെ പ്രവൃത്തിയാകുന്നു എന്ന് ഈസാ നബി അലൈഹിസ്സലാം മുറിച്ചു പറയുകയാണ്. അതുകൊണ്ട് നാം ഒരിക്കലും അല്ലാഹുവല്ലാത്തവരിലേക്ക് സഹായം തേടാൻ നാം പോകേണ്ടതില്ല. ഒരിക്കലും നാം അല്ലാഹുവല്ലാത്തവരിലേക്ക് സഹായം അന്വേഷിച്ചു പോകേണ്ടതില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ആയത്തിൽ കൂടി ശക്തമായി നൽകുന്ന സന്ദേശവും സൂചനയും. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.